രാത്രിയിലെ വിജനമായ ഇരുട്ടിൽ ഒരു മലയോര പ്രദേശത്തെ താഴ്വരയിലൂടെ നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങളുടെ മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ഒരു ഭയം നിങ്ങളുടെ മനസ്സിലുണ്ടാകും. ഈ കാടിൻ്റെ ഉള്ളിൽ നിന്നും ഒരു വന്യമൃഗം പെട്ടെന്ന് റോഡിലേക്ക് വരുമോ? ഞാനൊരു പ്രേതത്തിൻ്റെയോ ദുരാത്മാവിൻ്റെയോ കെണിയിൽ അകപ്പെടുമോ? ഈ ഭയം നിങ്ങളുടെ ഉള്ളിൽ ഒരു ഭീകര രൂപം പ്രാപിക്കുമ്പോൾ നിങ്ങൾ ഒരു നിമിഷത്തേക്കെങ്കിലും ആഗ്രഹിക്കും, എനിക്കൊരു കാറുണ്ടായിരുന്നെങ്കിൽ. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ പോലും കാറിൻ്റെ AC ഇട്ട് ഡോർ പൂട്ടി ഉള്ളിൽ സുരക്ഷിതനായി ഇരിക്കാമായിരുന്നല്ലോ. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഒരു സാഹചര്യം കൂടി സങ്കല്പിക്കുക. രാത്രിയുടെ ഇരുട്ടിൽ നിങ്ങളുടെ കാറിൽ കുറച്ച് കൂട്ടുകാരുമായി ഈ വഴിയിലൂടെ പോകുന്നു. നിങ്ങളിപ്പോൾ തനിച്ചല്ല, ഒരു ഭയവും ഉള്ളിലില്ല. പക്ഷെ അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്, യഥാർത്ഥത്തിൽ അപകടം കാടിൻ്റെ ഉള്ളിൽ കഴിയുന്ന വന്യമൃഗങ്ങളല്ല, മറിച്ച് നിങ്ങളുടെ കൂടെ കാറിൽ നിശബ്ദനായിരിക്കുന്ന ഒരു സുഹൃത്തിൽ നിന്നാണ്. ഏത് നിമിഷവും നിങ്ങൾക്കെല്ലാവർക്കും അവൻ കാരണം ജീവൻ നഷ്ടമാകും. ഈ തിരിച്ചറിവ് നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നും? നിങ്ങൾ ആ സാഹചര്യത്തോട് എങ്ങനെ പ്രതികരിക്കും? ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സംഭവം അതിഭീകരമായൊരു അനുഭവമാണ്. നിങ്ങൾ മറക്കാതെ ലൈക്കും കമൻറ്റും ചെയ്യുക. നേരെ കഥയിലേക്ക്. ഈ സംഭവം കർണാടകയിലെ വിജയപുരത്ത് താമസിക്കുന്ന അർജുൻ്റേതാണ്. അവിടെ താമസിച്ച അദ്ദേഹം നഴ്സിംഗ് പഠിക്കുകയാണ്. 2024 ഡിസംബറിൽ അദ്ദേഹത്തിൻ്റെ 1-ാം വർഷം പൂർത്തിയായി. അതിനുശേഷം 26 ദിവസത്തെ സെമസ്റ്റർ അവധി കിട്ടി. അർജുനും കൂട്ടുകാരും ഗോവയിലേക്ക് ഒരു യാത്ര പോകാൻ തീരുമാനിച്ചു. വിജയപുരത്ത് നിന്ന് ഗോവയിലേക്ക് ഏകദേശം 370 കിലോമീറ്റർ ദൂരമുണ്ട്. അർജുൻ്റെ ഗ്രൂപ്പിൽ 10-20 പേരുണ്ടായിരുന്നു. എല്ലാവരും ഒരുമിച്ച് ഗോവയിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തത്. എന്നാൽ ചിലരെ വീട്ടിൽ നിന്നും വിട്ടില്ല. മറ്റുള്ളവർ പ്ലാൻ ഉപേക്ഷിച്ചു. അവസാനം വിജയപുരത്ത് നിന്നും ഗോവയിലേക്കുള്ള റോഡ് ട്രിപ്പിനായി 6 പേർ മാത്രം ബാക്കിയായി. അർജുൻ അച്ഛൻ്റെ കാറുമായി വന്നു. എല്ലാവരും മതിൽ കയറി. എല്ലാവരും പൈസ പിരിവിട്ട് കാറിൻ്റെ ടാങ്ക് ഫുള്ളാക്കി. ഏകദേശം ഉച്ചയ്ക്ക് 3:30 അവർ വിജയപുരത്ത് നിന്നും ഗോവയിലേക്ക് യാത്ര തിരിച്ചു. അവരുടെ പ്ലാൻ ഇന്ന് രാത്രി എവിടെയെങ്കിലും തങ്ങാം, നാളെ രാവിലെ ഗോവയിലെത്താമെന്നായിരുന്നു. പക്ഷേ എല്ലാം പ്ലാൻ ചെയ്ത പോലെ നടക്കണമെന്നില്ലല്ലോ. രാത്രി 10 മണിക്ക് അർജുനും കൂട്ടുകാരും കോലാപൂരിലെത്തി. അവർക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അതിനാൽ അവർ കോലാപൂരിയിൽ ഒരു ചെറിയ റെസ്റ്റോറൻറ്റിൽ കയറി. അവിടെ ഭക്ഷണം കഴിച്ചു, ചായ കുടിച്ചു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ സമയം രാത്രി 11 മണി. ഇവിടെയാണൊരു പ്രശ്നമുണ്ടായത്. ഈ 6 പേരടങ്ങുന്ന ഗ്രൂപ്പിൽ 2 പേർക്ക് മാത്രമേ വണ്ടി ഓടിക്കാൻ അറിയാമായിരുന്നുള്ളൂ. ഒരാൾ അർജുൻ, മറ്റൊരാൾ അവൻ്റെ ഒരു സുഹൃത്തും. കോലാപൂരിലുള്ള ഒരു ചെറിയ തട്ടുകടയിൽ നിന്നും ഭക്ഷണം കഴിച്ച ശേഷം അവർ മുന്നോട്ട് യാത്ര തുടർന്നു. ഏകദേശം 60 കിലോമീറ്റർ ഓടിച്ചപ്പോൾ അവർ ഗഗൻ ബൗഡയിലെത്തി. മഹാരാഷ്ട്രയിലെ ഒരു ചെറിയ മലയോര പട്ടണമാണ് ഗഗൻ ബൗഡ. രാത്രി 12:15 അവർ ഗഗൻ ബൗഡ ബസ് സ്റ്റാൻഡിലെത്തിയ ഉടൻ കാറ് നിർത്തി. അർജുൻ പറഞ്ഞു, എനിക്ക് കുറച്ച് ഉറങ്ങണം. അവർ ഗഗൻ ബൗഡ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി. അവിടെ ഭയപ്പെടുത്തുന്നൊരു നിശബ്ദത പരന്നിരുന്നു. ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല അവിടെ. ബസ് സ്റ്റാൻഡിനടുത്തുള്ള പൈപ്പിൽ നിന്നും അർജുൻ മുഖം കഴുകി. എന്നിട്ട് സുഹൃത്തിനോട് ചോദിച്ചു, നിനക്ക് കുറച്ചു നേരം വണ്ടി ഓടിക്കാൻ കഴിയുമോ? എനിക്കിപ്പോൾ ഉറക്കം വരുന്നു. എൻ്റെ സുഹൃത്ത് പറഞ്ഞു, ശരി, നീ പിന്നിലിരുന്നോ, ഇവിടം മുതൽ ഞാൻ ഓടിച്ചോളാം. അർജുൻ പറഞ്ഞു, ശരി, വളരെ ശ്രദ്ധിച്ച് ഓടിക്കണം, കാരണം മുന്നിലുള്ള 6 കിലോമീറ്റർ പൂർണ്ണമായും മലയോര പ്രദേശമാണ്. ഗഗൻ ബൗഡ ബസ് സ്റ്റാൻഡിൽ നിന്നും 6 കിലോമീറ്റർ താഴ്വരയിലൂടെ യാത്ര ചെയ്താൽ ഗഗൻ ബൗഡ കുന്നിൻ്റെ മുകളിലെത്തും. അവിടെ നിന്നും പിന്നെ താഴേക്ക് ഇറങ്ങണം. അർജുൻ്റെ സുഹൃത്ത് എല്ലാവരെയും കാറിൽ കയറ്റി ആ താഴ്വരയിലേക്ക് യാത്ര തുടർന്നു. കുന്നിൻ പ്രദേശങ്ങളിൽ കയറ്റവും ഇറക്കവും മാറി മാറി വരും. അവർ ഗഗൻ ബൗഡ കുന്നിൻ്റെ മുകളിലെത്തി താഴേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് മുകളിൽ നിന്നും ഒരു പാറക്കല്ല് കാറിൻ്റെ മുന്നിൽ റോഡിൻ്റെ നടുവിൽ വന്ന് വീണത്. അർജുൻ്റെ സുഹൃത്ത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തു. എല്ലാവരും ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നു. കാറിൽ നിന്നും പുറത്തിറങ്ങി ആ കല്ല് റോഡരികിലേക്ക് മാറ്റി. മുകളിലേക്ക് നോക്കി. ഇരുട്ടായതുകൊണ്ട് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. എല്ലാവരും വീണ്ടും കാറിൽ കയറി. അവരേകദേശം 500 മീറ്റർ കൂടി മുന്നോട്ട് പോയപ്പോഴേക്കും വീണ്ടും ഒരു കല്ല് മുന്നിൽ വന്ന് വീണു. അർജുൻ പുറത്തിറങ്ങി. ഈ സമയം അവൻ എന്തോ വിചിത്രമായി തോന്നി. അവൻ സുഹൃത്തിനോട് പറഞ്ഞു, നീ പിന്നിലിരുന്നോ, ഞാൻ വണ്ടി ഓടിക്കാം. അർജുൻ ഇപ്പോൾ കാർ ഓടിക്കുകയാണ്. ഗോവയിലേക്ക് ഇനിയും ഏകദേശം 180 കിലോമീറ്റർ ദൂരമുണ്ട്. സമയം 3 മണിയാകാറായി. അവർ അടുത്തുള്ള കാങ്കാവുലി എന്ന പട്ടണത്തിൽ പോയി ഒരു റൂമെടുത്ത് തങ്ങാൻ തീരുമാനിച്ചു. അവിടെ നിന്നും 67 കിലോമീറ്റർ ദൂരമുണ്ട് കാങ്കാവുലിയിലേക്ക്.
പുലർച്ചെ 4 മണിക്ക് അർജുനും കൂട്ടുകാരും കാങ്കാവുലി പട്ടണം കടന്നു പോവുകയായിരുന്നു. രാവിലെ എളുപ്പത്തിൽ പോകാൻ വേണ്ടി പട്ടണത്തിന് പുറത്ത് റൂമെടുക്കാമെന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ കാങ്കാവുലി പട്ടണം കടന്നപ്പോൾ ഒരു പാലം വന്നു. അർജുൻ പാലത്തിൽ കാറ് നിർത്തി. എല്ലാവരും കാറിൽ നിന്നും പുറത്തിറങ്ങി ശരീരം ഒന്ന് വലിച്ചു നിവർത്തി. അപ്പോഴാണ് അർജുൻ്റെ കണ്ണ് കാറിൻ്റെ ബോണറ്റിൽ പതിഞ്ഞത്. ആ ബോണറ്റിൽ ചുവന്ന നിറത്തിൽ "നിങ്ങളെല്ലാവരും മരിക്കും" എന്ന് എഴുതിയിരിക്കുന്നു. അർജുനിത് കണ്ട് ദേഷ്യം വന്നു. അവർ കൂട്ടുകാരോട് ചോദിച്ചു, "നിങ്ങളിൽ ആരെങ്കിലും ചെയ്തതാണെങ്കിൽ സത്യം പറഞ്ഞോ? ഈ സമയത്ത് ഇങ്ങനൊരു തമാശ ശരിയല്ല." സുഹൃത്തുക്കൾ എല്ലാവരും അത് നിഷേധിച്ചു. അർജുൻ വിചാരിച്ചു, ഒരുപക്ഷേ ഭക്ഷണം കഴിക്കാൻ നിർത്തിയ ആ തട്ടുകടയിൽ ആരെങ്കിലും കുസൃതി കാണിച്ചതായിരിക്കും. അർജുൻ കാറിൻ്റെ ബോണറ്റ് വെള്ളം ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി. അവിടെ നിന്നും 10 കിലോമീറ്റർ കൂടി മുന്നോട്ട് പോയി അവരൊരു റൂമെടുത്തു. സമയം ഏകദേശം രാവിലെ 5 മണി. അവരൊരു ഹോട്ടലിൽ 2 റൂമുകൾ ബുക്ക് ചെയ്തു. ഒരു റൂമിൽ 3 പേരും മറ്റേതിൽ 3 പേരും. ഈ ഹോട്ടലിരുന്ന സ്ഥലവും കുറച്ച് കാട് നിറഞ്ഞ പ്രദേശമായിരുന്നു. ഗോവയിലേക്ക് ഇനിയും ഏകദേശം 90 കിലോമീറ്റർ ദൂരമുണ്ട്. അവർ 4-5 മണിക്കൂർ വിശ്രമിച്ച ശേഷം രാവിലെ 10 മണിക്ക് ഹോട്ടലിൽ നിന്നും ചെക്കൗട്ട് ചെയ്ത് ഗോവയിലേക്ക് പോകാൻ തീരുമാനിച്ചു. പക്ഷെ അവർക്കങ്ങനെ ചെയ്യാൻ കഴിഞ്ഞില്ല. അർജുനും കൂട്ടുകാരും ഒരുപാട് ക്ഷീണിച്ചിരുന്നു. അതുകൊണ്ട് എല്ലാവരും നല്ല ഉറക്കത്തിലായി. ഉറക്കം കഴിഞ്ഞ് അർജുൻ കണ്ണു തുറന്നപ്പോൾ മൊബൈലെടുത്ത് സമയം നോക്കി. സമയം വൈകിട്ട് 6:30. അവൻ ഞെട്ടി. രാവിലെ 10 മണിക്ക് ഇറങ്ങേണ്ടതായിരുന്നു. നമുക്ക് പോകണം, വിളിച്ചുണർത്തണമെന്ന് മാനേജറോട് പറഞ്ഞതാണ്. അവൻ കൂടെ ഉറങ്ങുകയായിരുന്ന സുഹൃത്തുക്കളെ വിളിച്ചുണർത്തി. "എന്താടാ, 6:30 നിങ്ങളാരും ഉണർന്നില്ലേ?" അർജുൻ പുറത്തിറങ്ങി വേഗം അടുത്ത മുറിയിലേക്ക് പോയി. അവിടെ അവൻ്റെ 3 സുഹൃത്തുക്കളുണ്ടായിരുന്നു. വാതിൽ നേരത്തെ തുറന്നിരുന്നു. അതിൽ 2 സുഹൃത്തുക്കൾ ഉറങ്ങുകയാണ്. എന്നാൽ വിവേക് എന്ന സുഹൃത്ത് നിശബ്ദനായി ആപ്പിൾ കഴിക്കുന്നു, അതും ഉറങ്ങുന്ന കൂട്ടുകാരെ നോക്കിക്കൊണ്ട്. അർജുൻ എല്ലാവരെയും വിളിച്ചുണർത്തി. "എന്താണ് നിങ്ങൾ ഉറങ്ങുന്നത്? 6:30." അവരെല്ലാവരും താഴെ വന്നു. അർജുൻ മാനേജറോട് ചോദിച്ചു, "എന്താ നിങ്ങൾ ഞങ്ങളെ വിളിക്കാതിരുന്നത്? 10 മണിക്ക് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യേണ്ടതായിരുന്നു." മാനേജർ പറഞ്ഞു, "ഞങ്ങളുടെ സ്റ്റാഫ് നിങ്ങളെ വിളിക്കാൻ വന്നിരുന്നു. പക്ഷേ നിങ്ങളുടെ ഒരു സുഹൃത്ത് പറഞ്ഞു, എല്ലാവരും വളരെ ക്ഷീണിച്ചിരിക്കുന്നു, ഞങ്ങൾ കുറച്ചു കഴിഞ്ഞ് ചെക്കൗട്ട് ചെയ്യാമെന്ന്." അർജുൻ മാനേജറോട് ചോദിച്ചു, "നിങ്ങളോട് ആരാണത് പറഞ്ഞത്?" മാനേജർ മുറിയിൽ ആപ്പിൾ കഴിച്ചിരുന്ന വിവേകിനെ ചൂണ്ടിക്കാട്ടി. "നീ എന്തിനാണ് അങ്ങനെ ചെയ്തത്?" എന്നവർ വിവേകിനോട് ചോദിച്ചു. വിവേക് പറഞ്ഞു, "അതൊന്നും സാരമില്ല, നമ്മൾ ഒരുപാട് ക്ഷീണിച്ചിരുന്നു. ശരിക്കും ഉറക്കം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞത്. ഇനി വാ, പോയി എന്തെങ്കിലും കഴിക്കാം, നല്ല വിശപ്പുണ്ട്." അവർ ഭക്ഷണം കഴിക്കാൻ ഒരു ഹോട്ടലിലേക്ക് പോയി. അർജുൻ എല്ലാവരോടും ചോദിച്ചു, "നിങ്ങൾക്ക് എന്താ വേണ്ടത്?" വിവേകിനോടും ചോദിച്ചു. വിവേക് പറഞ്ഞു, "എനിക്കൊരു പ്ലേറ്റ് ചിക്കൻ തന്തൂരി ഓർഡർ ചെയ്യൂ." ഇത് കേട്ട സുഹൃത്തുക്കൾ എല്ലാവരും ഞെട്ടി. "നിനക്കെന്ത് പറ്റി? നീ ചിക്കൻ കഴിക്കാറില്ലല്ലോ?" അവൻ ചോദിച്ചു. വിവേക് പറഞ്ഞു, "ഞാൻ ഇന്നലെ മുതലാണ് കഴിക്കാൻ തുടങ്ങിയത്. നിങ്ങളെല്ലാവരുടെയും ഓരോ കഷ്ണം മുറിച്ചെടുത്ത് ഞാൻ കഴിക്കും." ഇത് പറഞ്ഞ വിവേക് എല്ലാവരെയും വളരെ വിചിത്രമായി നോക്കി. കൂട്ടുകാരെല്ലാം അല്പം ഭയന്നു. ഒരു പക്ഷേ ടൂർ വന്നതുകൊണ്ട് കഴിക്കാൻ തോന്നിയതാകാം എന്നവർ വിചാരിച്ചു. പക്ഷേ വിവേകിൽ എന്തോ പന്തികേടുണ്ടെന്ന് അർജുന് മനസ്സിലായി. അവൻ്റെ കണ്ണുകൾ പൂർണ്ണമായും വരണ്ടിരുന്നു. ഒരു തരി നനവ് പോലും അതിലുണ്ടായിരുന്നില്ല. ഭക്ഷണം കഴിച്ച ശേഷം അവർ ഹോട്ടലിലേക്ക് തിരിച്ചുപോയി. അർജുൻ പറഞ്ഞു, "ഇപ്പോൾ ഒരുപാട് രാത്രിയായി, നമ്മളിന്ന് ഇവിടെ തങ്ങാം, നാളെ രാവിലെ ഗോവയിലേക്ക് പോകാം." പക്ഷെ വിവേക് ഭ്രാന്തമായ രീതിയിൽ പെരുമാറി. "ഇല്ല, നമ്മളിപ്പോൾ തന്നെ ഗോവയിലേക്ക് പോകും, ഈ നിമിഷം പോകും. നിങ്ങൾക്കെല്ലാവർക്കും പേടിയാണോ? പേടിത്തൊണ്ടന്മാർ." അവൻ വളരെ വിചിത്രമായ കാര്യങ്ങൾ അവരോട് പറഞ്ഞു. അർജുൻ പറഞ്ഞു, "ഇല്ല, നമ്മൾ ഈ സമയത്ത് പോകുന്നില്ല." വിവേക് ഓടി വന്ന് അർജുൻ്റെ കോളറിൽ പിടിച്ചു. സുഹൃത്തുക്കൾ അവനെ ശകാരിച്ചു. "എന്താണ് നീ ചെയ്യുന്നത്? മര്യാദക്ക് സംസാരിക്കുക. നീ എന്തിനാ അർജുനോട് ഇങ്ങനെ സംസാരിക്കുന്നത്?" അതിനിടയിൽ ഹോട്ടൽ മാനേജർ വന്നു. "ഇപ്പോൾ രാത്രിയായി, നിങ്ങൾ പോകരുത്. കാട്ടിലൂടെയുള്ള വഴിയാണ്. ഇപ്പോൾ പോകുന്നത് സുരക്ഷിതമായിരിക്കില്ല. 2-3 മണിക്കൂറിന് ശേഷം വെളിച്ചമാകുമ്പോൾ പോകാം." മാനേജർ ഇത് പറയുമ്പോൾ വിവേക് ഇടയിൽ കയറി. "നിർത്തടാ നീ. നിനക്കിപ്പോൾ രാത്രി 10 മണിക്ക് വീട്ടിൽ പോകണ്ടേ? സുരക്ഷിതനായി എത്തണ്ടേ?" ഇത് കേട്ട് എല്ലാവരും ഞെട്ടി. മാനേജർ ചോദിച്ചു, "എനിക്ക് രാത്രി 10 മണിക്ക് വീട്ടിൽ പോകണമെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം?" വിവേക് തല താഴ്ത്തി പറഞ്ഞു, "എനിക്കെല്ലാം അറിയാം. ഇവിടെയുള്ള എല്ലാം അറിയാം." കുറച്ചു കഴിഞ്ഞ് അർജുനും അവൻ്റെ കൂട്ടുകാരും മാനേജറും ഹോട്ടലിൻ്റെ പുറത്തെ കോമ്പൗണ്ടിൽ നിൽക്കുകയായിരുന്നു. അർജുൻ തൻ്റെ സാധനങ്ങൾ എടുക്കാൻ റൂമിലേക്ക് പോയി. റൂം തുറന്നപ്പോൾ അവൻ കണ്ടത് വിവേക് മുന്നിൽ നിൽക്കുന്നതാണ്. മുറിയിൽ തികഞ്ഞ നിശബ്ദത. വിവേക് ഒരു വല്ലാത്ത രീതിയിൽ അർജുനെ നോക്കുന്നു. അർജുൻ പേടിച്ച് വാതിലടച്ച് താഴേക്കോടി. താഴെ എത്തിയപ്പോഴോ വിവേക് അവൻ്റെ മറ്റു കൂട്ടുകാരുടെ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ അർജുനെ വളരെ വിചിത്രമായി നോക്കി. ഒരു വല്ലാത്ത ചിരി ചിരിച്ചു.
വിവേക് എല്ലാവരോടും പറഞ്ഞു, ശരി, നമുക്ക് പുറത്തുപോയി കുറച്ച് കറങ്ങാം, എന്നിട്ട് ഇന്ന് രാത്രി നമ്മൾ ഇവിടെ തങ്ങാം. അർജുൻ കൂട്ടുകാരോട് പറഞ്ഞു, ആരും എങ്ങും പോകുന്നില്ല, നമ്മൾ ഇന്ന് രാത്രി ഈ ഹോട്ടലിൽ തങ്ങും. നാളെ രാവിലെ മാത്രമേ ഗോവയിലേക്ക് പോകൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഗോവയിലേക്കുള്ള വഴി മുഴുവനും കാടാണ്. എല്ലാവരും വിവേകിനെയും ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. അതോടെ വിവേക് നിശബ്ദനായി. അർജുനും കൂട്ടുകാരും ഒരു മുറിയിൽ പോയി കിടന്നു. മൊബൈൽ നോക്കി തമാശ പറഞ്ഞു. സാഹചര്യം അല്പം സാധാരണ നിലയിലായി. കുറച്ചു കഴിഞ്ഞവൻ ഉറങ്ങാൻ തീരുമാനിച്ചു. രാവിലെ നേരത്തെ പോകേണ്ടതുണ്ടല്ലോ. അങ്ങനെ 3 പേർ ഒരു മുറിയിലും ബാക്കി 3 പേർ അടുത്ത മുറിയിലും കിടന്നു. രാത്രി 2 മണിക്ക് വിവേക് ഉണ്ടായിരുന്ന മുറിയിൽ നിന്നും ഒരു സുഹൃത്ത് പുറത്തു വന്നു. അർജുന്റെ വാതിലിൽ ശക്തിയായി മുട്ടി. ഉറക്കമുണർന്ന അർജുൻ വാതിൽ തുറന്നു. എന്താ? സുഹൃത്ത് പറഞ്ഞു, വിവേക് വളരെ വിചിത്രമായി പെരുമാറുന്നു, എനിക്കവിടെ ഉറങ്ങാൻ കഴിയില്ല. അർജുൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും വിവേകിനെയും കൂട്ടി ഈ മുറിയിലേക്ക് വന്നോളൂ, ഞാൻ താഴെ കിടക്ക വിരിക്കാം. അത് കേട്ട അർജുന്റെ സുഹൃത്തുക്കൾ വിവേകിനെയും കൂട്ടി മുറിയിലേക്ക് പ്രവേശിച്ചപ്പോൾ വിവേക് കാറിന്റെ താക്കോലെടുത്ത് താഴേക്ക് ഓടി. ഇത് കണ്ട് എല്ലാവരും അവന്റെ പിന്നാലെ ഓടി. വിവേക് പറഞ്ഞു, എനിക്കിവിടെ സുഖകരമായി തോന്നുന്നില്ല, എനിക്ക് വളരെ വിചിത്രമായി തോന്നുന്നു, ദയവായി ഇവിടെ നിന്ന് പോകാം, എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല. അവൻ കരച്ചിലിന്റെ വക്കീലെത്തി സംസാരിക്കാൻ തുടങ്ങി. അർജുൻ പറഞ്ഞു, കുറഞ്ഞത് രാവിലെ ആകാനെങ്കിലും കാത്തിരിക്കുക, ചെക്കൗട്ട് ചെയ്തിട്ട് പോകാം. വിവേക് പറഞ്ഞു, ഇല്ല, എനിക്കിവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ കഴിയില്ല, ഇവിടെ നിന്ന് വേഗം പോകണം. റൂമിന്റെ വാടക അർജുൻ ഹോട്ടൽ മാനേജർക്ക് ഗൂഗിൾ പേ വഴി അയച്ചു കൊടുത്തിരുന്നു. ഒരു വാട്സപ്പ് സന്ദേശം അയച്ചു, സാർ, എന്തെങ്കിലും അധികം പണം നൽകാനുണ്ടെങ്കിൽ രാവിലെ അറിയിക്കുക, ഞങ്ങൾക്കിപ്പോൾ ചെക്കൗട്ട് ചെയ്തേ പറ്റൂ, വളരെ അത്യാവശ്യമായൊരു കാര്യം വന്നു. ഇതൊക്കെ പറഞ്ഞ അർജുനും കൂട്ടുകാരും കാറിനടുത്തേക്ക് പോകുമ്പോൾ ഗേറ്റിനടുത്ത് നിന്നിരുന്ന സെക്യൂരിറ്റി ഗാർഡ് അവരുടെ അടുത്തേക്ക് വന്നു. ഗാർഡ് പറഞ്ഞു, മക്കളെ, ഇപ്പോൾ 3 മണിയായി, കാട്ടുപാതയാണ്, ഇപ്പോൾ പോകരുത്, പോകുന്നത് സുരക്ഷിതമായിരിക്കില്ല, 2-3 മണിക്കൂറിന് ശേഷം വെളിച്ചമാകുമ്പോൾ പോകാം. ഇത് കേട്ട വിവേക് ഉടൻ സെക്യൂരിറ്റി ഗാർഡിനോട് ദേഷ്യത്തിൽ സംസാരിച്ചു, നിങ്ങളാരാണ് ഞങ്ങളുടെ കാര്യത്തിൽ സംസാരിക്കാൻ, ഞങ്ങളിപ്പോൾ പോകും. ഇപ്പോൾ അർജുനും തോന്നി വിവേകിന്റെ സ്വഭാവം വല്ലാതെ മാറിയിരിക്കുന്നു. ഒരുപക്ഷെ ആ ഹോട്ടലിന്റെ ഉള്ളിൽ എന്തോ കുഴപ്പമുണ്ട്, നമുക്കിവിടെ നിന്ന് പോകാം, അവർ തീരുമാനിച്ചു. അർജുനും കൂട്ടുകാരും കാറിൽ കയറി. അവർ കാറ് സ്റ്റാർട്ട് ചെയ്തു. എന്തോ ആലോചിച്ച ശേഷം 5-10 സെക്കൻഡിന്റെ ഉള്ളിൽ അവൻ കാർ ഓഫ് ചെയ്തു. കാറിൽ നിന്നും പുറത്തിറങ്ങി അവൻ പറഞ്ഞു, ഈ സമയത്ത് നമ്മൾ പോകുന്നില്ല, രാത്രി ഒരുപാടായി, എനിക്കിപ്പോൾ പോകുന്നത് ശരിയല്ലെന്ന് തോന്നുന്നു. വിവേക് ദേഷ്യത്തോടെ ഓടി വന്ന് അർജുനെ തല്ലി. ഇപ്പോൾ പോകണം, ഇപ്പോൾ തന്നെ പോകണം. വിവേക് വളരെ ദേഷ്യത്തിലാണ് സംസാരിച്ചത്. ഇത് കണ്ട അർജുന്റെ മറ്റു കൂട്ടുകാർക്കും ദേഷ്യം വന്നു. അവർ വിവേകിനെ അടിക്കാൻ തുടങ്ങി. പക്ഷെ വിവേക് ആരുടെയും നിയന്ത്രണത്തിൽ വന്നില്ല. അവനൊരു അസാധാരണമായൊരു ശക്തി കൈവന്നിരിക്കുന്നു. ഒരു കൈകൊണ്ട് തള്ളി ആരെയും നിലത്തിടാൻ അവന് കഴിഞ്ഞു. അർജുൻ നിശബ്ദനായി സെക്യൂരിറ്റി ഗാർഡിന്റെ അടുത്തേക്ക് പോയി നിന്നു. ഗാർഡ് പറഞ്ഞു, മുകളിലത്തെ നിലയുടെ അറ്റത്തൊരു പൂജ ഹാളുണ്ട്, നിങ്ങൾ അവിടെ പോയിരിക്കുക, പ്രഭാതമാകുമ്പോൾ മാത്രം ഇവിടെ നിന്നും പോവുക. എങ്ങനെയോ അവരെല്ലാം ചേർന്ന് വിവേകിനെ പിടിച്ച് പൂജാമുറിയിലേക്ക് കൊണ്ടുപോയി. അർജുൻ അകത്തു നിന്നും വാതിൽ പൂട്ടി. കുറച്ചു കഴിഞ്ഞ് പൂജാമുറിക്കുള്ളിൽ ചെന്നപ്പോൾ വിവേക് ശാന്തനായി ഗാഢമായ ഉറക്കത്തിലാണ്. എന്നാൽ അർജുനും കൂട്ടുകാർക്കും ഉറക്കം നഷ്ടപ്പെട്ടു. അവരെല്ലാവരും വിവേകിനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഈ സമയം അർജുനും കൂട്ടുകാരും ഗോവ യാത്ര റദ്ദാക്കി. അവർ വിജയപുരത്തേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. രാവിലെ ഉണർന്നപ്പോൾ വിവേകിന് സുഖമില്ലെന്ന് അവർ കണ്ടു. അർജുൻ പറഞ്ഞു, തിരിച്ചു പോകുമ്പോൾ കാങ്കൌലി ടൗണിൽ പോയി ഏതെങ്കിലും ആശുപത്രിയിൽ വിവേകിനെ കാണിക്കാം. രാവിലെ 10 മണിക്ക് അവർ കാങ്കാവിലെ ഒരു ആശുപത്രിയിലെത്തി. ഡോക്ടർ ഗ്ലൂക്കോസ് ഇടാൻ പറഞ്ഞു. 2-3 മണിക്കൂറിൻ്റെ ഉള്ളിൽ വിവേക് സുഖമാകും. ഡോക്ടർ പറഞ്ഞു. വിവേകിനെ ആശുപത്രിയിൽ പ്രവേശിച്ച ശേഷം സുഹൃത്തുക്കൾ ഭക്ഷണം കഴിക്കാൻ പോയി. വിവേകിന് വേണ്ടി ഒരു ജ്യൂസ് പാക്കറ്റ് വാങ്ങി വന്നു. അവർ ആശുപത്രിയിൽ തിരിച്ചെത്തി വിവേകിന് ജ്യൂസ് നൽകി. വിവേക് ഒരക്ഷരം സംസാരിച്ചില്ല. അവൻ നിശബ്ദമായി സ്ട്രോ വായിൽ വെച്ച് ജ്യൂസ് മുഴുവനും കുടിച്ചു തീർത്തു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഉച്ചയ്ക്ക് 1:30 വിവേക് പറഞ്ഞു, എനിക്ക് വിശക്കുന്നു, നല്ല വിശപ്പുണ്ട്. സുഹൃത്തുക്കൾ ഭക്ഷണം കഴിക്കാൻ ഒരു ഹോട്ടലിലെത്തി. അവിടെ വെച്ച് വീണ്ടും അതേ രംഗം. വിവേക് പറഞ്ഞു, എനിക്ക് ചിക്കൻ തന്തൂരി വേണം. അർജുൻ പറഞ്ഞു, നോക്ക്, നിനക്ക് സുഖമില്ല, മറ്റെന്തെങ്കിലും ഓർഡർ ചെയ്യൂ, ചിക്കൻ പിന്നെ കഴിക്കാം. അപ്പോൾ വിവേക് പറഞ്ഞു, എത്ര വർഷമായി ഞാൻ ചിക്കൻ കഴിച്ചിട്ട്, ഇപ്പോഴാണ് എനിക്ക് കഴിക്കാൻ കിട്ടിയത്, ഞാൻ ചിക്കനേ കഴിക്കൂ. ഇത് കേട്ട് സുഹൃത്തുക്കൾ എല്ലാവരും ഞെട്ടി. ഇവർക്കെല്ലാവർക്കും ഇപ്പോൾ ഏകദേശം ഉറപ്പായി ഇത് വിവേകല്ല. അവർ ഉച്ചഭക്ഷണം കഴിച്ചു തീർത്തു. അർജുൻ ബില്ല് കൊടുക്കാൻ പോയപ്പോൾ വിവേക് അവൻ്റെ അടുത്തേക്ക് വന്നു. ആ ഹോട്ടലിലേക്ക് തിരിച്ചു പോവുക, എൻ്റെ കുറച്ച് സാധനങ്ങൾ അവിടെ റൂമിൽ വെച്ച് മറന്നു, വിവേക് പറഞ്ഞു. ഏത് ഹോട്ടല്? അർജുൻ ചോദിച്ചു. വിവേക് അലറി, നമ്മൾ ഇന്നലെ തങ്ങിയ സ്ഥലത്തേക്ക്. നിനക്ക് ഒറ്റയടിക്ക് മനസ്സിലാകില്ലേ?
ഈ സമയത്ത് അത് വിവേകിന്റെ ശബ്ദമായിരുന്നില്ല. അർജുൻ മറ്റു കൂട്ടുകാരെ നോക്കി. എല്ലാവരും കാറിൽ കയറിയിരുന്നു. അർജുൻ ഡ്രൈവർ സീറ്റിലും ബാക്കിയുള്ളവർ പിന്നിലും ഇരുന്നു. വിവേക് മുന്നിലെ സീറ്റിലേക്ക് കയറിയിരുന്നു. പിന്നിലിരുന്ന സുഹൃത്തുക്കൾ പറഞ്ഞു, എന്ത് സംഭവിച്ചാലും നമ്മൾ ആ ഹോട്ടലിലേക്ക് തിരിച്ചു പോയില്ല. അർജുൻ പറഞ്ഞു, നിന്റെ എന്തെങ്കിലും സാധനം അവിടെ ഉണ്ടെങ്കിൽ പറയുക, ഞങ്ങൾ പോയി എടുത്തുകൊണ്ട് വരാം, നീ വരണ്ട. ഇത് കേട്ട വിവേകിന് ദേഷ്യം അടക്കാനായില്ല. അവൻ പറഞ്ഞു, നിങ്ങളെല്ലാവരെയും ഞാൻ കൊന്നിവിടെ കുഴിച്ചിടും. അർജുൻ വിചാരിച്ചു, ഇപ്പോൾ ഈ സാഹചര്യം ശാന്തമാക്കണം. വിവേക് വല്ലാതെ വഷളാവുകയാണ്. അവൻ കാറിൻ്റെ സ്റ്റിയറിങ്ങിൽ മുറുകെ പിടിച്ചു പറഞ്ഞു, ഒരു കാര്യം പറയൂ, നമ്മൾ ഹോട്ടലിലെത്തിയാൽ എല്ലാവരും ക്ഷീണിച്ച് ഗാഢമായ ഉറക്കത്തിലായിരുന്നു. നിന്റെ ഉറക്കം മാത്രം എന്തുകൊണ്ടാണ് പൂർത്തിയാകാതിരുന്നത്? നീ എന്തിനാണ് ആപ്പിൾ കഴിച്ചത്? ഇതിന് വിവേക് മറുപടി പറഞ്ഞു, ഞാൻ എത്ര വർഷങ്ങളായി ഗാഢമായ ഉറക്കത്തിലായിരുന്നു. നിങ്ങൾ മുറിയിൽ വന്നപ്പോഴാണ് എൻ്റെ ഉറക്കമുണർന്നത്. ഇത് പറഞ്ഞ ശേഷം അവൻ ഉച്ചത്തിൽ വിചിത്രമായ രീതിയിൽ ചിരിക്കാൻ തുടങ്ങി. മുറിയിലേക്ക് തിരിച്ചു പോവുക, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെല്ലാവരെയും ഇവിടെ വെച്ച് തീർക്കും. ഇതുകൂടി ആയതോടുകൂടി അർജുനും കൂട്ടുകാരും ഒരുപാട് ഭയന്നു. അവർ കാറിൽ നിന്നും പുറത്തിറങ്ങി. അർജുൻ കൂട്ടുകാരോട് പറഞ്ഞു, വിവേകിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. അവനെന്തെങ്കിലും സംഭവിച്ചാൽ അവൻ്റെ മാതാപിതാക്കൾ നമ്മളെ കുറ്റപ്പെടുത്തും. നമ്മൾ കാരണമാണ് വിവേകിന് ഇങ്ങനെ സംഭവിച്ചുവെന്ന് അവർ പറയും. അവരെല്ലാവരും ഭയന്നിരുന്നു. അതുകൊണ്ട് വിവേകിൻ്റെ വാക്ക് കേൾക്കാമെന്ന് അവർ തീരുമാനിച്ചു. അർജുൻ കാറിൽ കയറി. കാറ് തിരിച്ച് വീണ്ടും ആ ഹോട്ടലിലേക്ക് പോയി. ഹോട്ടലിലെത്തിയപ്പോൾ മാനേജർ ചോദിച്ചു, എന്തു പറ്റി സാർ? നിങ്ങളുടെ എന്തെങ്കിലും സാധനം ഇവിടെ വെച്ച് മറന്നോ? ഇതിന് വിവേക് മാനേജറെ നോക്കി മുഖം കൂട്ടി പറഞ്ഞു, ഞങ്ങളുടെ സാധനങ്ങളൊന്നും ഇവിടെ പോയിട്ടില്ല, പക്ഷെ നീ ജീവനോടെ ഇവിടെ ഇരിക്കില്ല. അത് പറഞ്ഞുകൊണ്ട് വിവേക് ഓടി റൂം നമ്പർ 106 പോയി. അവിടെയാണ് അവൻ മറ്റ് 2 സുഹൃത്തുക്കൾക്കൊപ്പം താമസിച്ചിരുന്നത്. മുറിയിൽ കയറിയ വിവേക് ഉച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങി. ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ഞാൻ പറയാതെ ആരും എങ്ങും പോകുന്നില്ല, എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാകണം. അർജുൻ മാനേജറോട് ചോദിച്ചു, ഇവനെന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? എൻ്റെ ഈ കൂട്ടുകാരൻ ഹോട്ടലിൽ വരുന്നത് വരെ അവനൊരു കുഴപ്പവുമില്ലായിരുന്നു. ഇവിടെ വന്ന ശേഷമാണ് അവൻ്റെ പെരുമാറ്റം ഇങ്ങനെ മാറിയത്. മാനേജർ ഒന്നും പറഞ്ഞില്ല. ഇല്ല, ഇവിടെ ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ സുഹൃത്തിന് സുഖമില്ലായിരിക്കും, അതുകൊണ്ടാണ് അവൻ അങ്ങനെ പെരുമാറുന്നത്. നിങ്ങളെന്തിനാണ് ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നത്? അർജുൻ ചോദിച്ചു. ഇത്രയും വലിയ ഹോട്ടലായിട്ട് ഇവിടെ വേറെ ആരും താമസിക്കുന്നതായി ഞങ്ങൾ കണ്ടില്ലല്ലോ. മാനേജർ മറുപടി പറഞ്ഞു, എന്താണ് നിങ്ങളീ പറയുന്നത്? ഇപ്പോൾ ആളുകൾ ചെക്കൗട്ട് ചെയ്ത് പോയതേ ഉള്ളൂ. ഗോവ ഇവിടെ നിന്നും 70-80 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അതുകൊണ്ട് ആളുകൾ ഇവിടെ വന്ന് കുറച്ചു നേരം തങ്ങിപ്പോകും. അധികം ആരും ഇവിടെ രാത്രി തങ്ങാറില്ല. മാനേജർ തുടർന്നു, സാർ, നിങ്ങൾ റൂം ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ നേരം ഇവിടെ നിൽക്കാൻ പാടില്ല. ഇപ്പോൾ തന്നെ പോയിക്കോണം. അർജുനും കൂട്ടുകാരും വീണ്ടും 2 റൂമുകൾ ബുക്ക് ചെയ്തു. റൂം നമ്പർ 106ഉം 107ഉം. അങ്ങനെ പറഞ്ഞ അർജുനും കൂട്ടുകാരും വിവേകിൻ്റെ അടുത്തേക്ക് വന്നു. വിവേക് കട്ടിലിൽ ഇരിക്കുകയാണ്. മുന്നിലെ ചുമരിലെ വലിയൊരു ഫോട്ടോ ഫ്രെയിം നോക്കി പൊട്ടിക്കരയുന്നു. അർജുൻ വിവേകിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു, എന്തു പറ്റി? ഒരുപാട് നേരമായി നീ ആ ഫോട്ടോ നോക്കി എന്തിനാണ് കരയുന്നത്? എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ പറയൂ. വിവേക് കുറച്ചു നേരം ഒന്നും പറഞ്ഞില്ല. പിന്നെ പെട്ടെന്ന് അർജുനെ നോക്കി പറഞ്ഞു, എനിക്ക് വിശക്കുന്നു, എനിക്ക് ചിക്കൻ കഴിക്കാൻ പോകണം. ഇതിൽ അർജുൻ്റെ തല കറങ്ങി. അർജുൻ പറഞ്ഞു, നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ സമയത്ത് ചിക്കൻ കഴിക്കില്ല. വിവേക് ദേഷ്യത്തോടെ അർജുൻ്റെ അടുത്തേക്ക് ചെന്നു. അർജുൻ അവൻ്റെ കോളറിൽ പിടിച്ച് 2-3 തല്ലു കൊടുത്തു. അവൻ സുഹൃത്തുക്കളോട് പറഞ്ഞു, ഇനി ഒന്നും നോക്കാനില്ല. എത്ര സമയമായാലും, രാത്രിയായാലും പകലായാലും, നമ്മളിപ്പോൾ തന്നെ ഇവിടുന്ന് തിരിച്ച് വിജയപുരത്തേക്ക് പോകും. അതിന് ഒരു മാറ്റവുമില്ല. അവർ ഉടൻ തന്നെ ഹോട്ടലിൽ നിന്നും പുറത്തിറങ്ങി. അർജുൻ സെക്യൂരിറ്റി ഗാർഡിനെ കണ്ടു. അർജുനും 2 കൂട്ടുകാരും ഗാർഡിനോട് സംസാരിക്കാൻ പോയപ്പോൾ വിവേകിൻ്റെ അടുത്തിരുന്ന മറ്റ് 2 സുഹൃത്തുക്കളുടെയും ശബ്ദം മുകളിൽ നിന്നും കേട്ടു. വിവേക് അവരെ ഉപദ്രവിക്കുകയായിരുന്നു. അർജുൻ ഇതും കൂടെ ആയപ്പോൾ മാനസിക നിയന്ത്രണം നഷ്ടപ്പെട്ടു. അവൻ 2 കൂട്ടുകാരോടും വിളിച്ചു പറഞ്ഞു, നിങ്ങൾ വിവേകിനെ ലോക്ക് ചെയ്ത് താഴേക്ക് വരിക. അവർ വിവേകിനെ മുറിയിൽ പൂട്ടി താഴെ അർജുൻ്റെ അടുത്തേക്ക് വന്നു. അർജുൻ സെക്യൂരിറ്റി ഗാർഡിനോട് പറഞ്ഞു, അങ്കിൾ, ആ റൂമിനുള്ളിൽ എന്താണ്? ആരുടെ ഫോട്ടോ നോക്കിയാണ് വിവേക് ഇത്രയും നേരം കരയുന്നത്? അങ്ങയ്ക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ ദയവായി പറയൂ. അർജുൻ ചോദിച്ചിട്ടും സെക്യൂരിറ്റി ഗാർഡ് ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അർജുൻ കൂട്ടുകാരെ വിളിച്ചു, വിവേകിനെ കൊണ്ടുവരൂ, നമ്മൾ ഈ സമയത്ത് ഇവിടെ നിന്ന് പോകുന്നു. സമയം ഏകദേശം രാത്രി 10 മണി. കൂട്ടുകാരെല്ലാം വിവേകിനെ താഴെ അർജുൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ബാക്കിയുള്ളവർ കാറിൽ കയറിയിരുന്നു. അർജുൻ വിവേകിനെ നോക്കി എന്തോ ചോദിക്കാൻ ഭാവിച്ചു. അപ്പോഴാണ് അർജുൻ കാണുന്നത് വിവേകിൻ്റെ കണ്ണുകൾ പൂർണ്ണമായും ചുവന്നിരിക്കുന്നു. വിവേക് അർജുൻ്റെ കയ്യിൽ പിടിച്ച് വളരെ ശക്തിയായി ഞെക്കാൻ തുടങ്ങി. ഇവൻ എൻ്റെ കൈ ഒടിച്ചു കളയുമോ എന്ന് അർജുന് തോന്നി. ഇത് ചെയ്തുകൊണ്ട് വിവേക് അർജുനോട് പറഞ്ഞു, പോവൂ, ദയവായി ഇവിടെ നിന്ന് പോവൂ.
അപ്പോഴേക്കും മറ്റു കൂട്ടുകാരും കാറിൽ നിന്നിറങ്ങി ഇവിടെ എത്തി. അർജുൻ വരുന്നതിൽ താമസം കണ്ടിട്ട് മറ്റു സുഹൃത്തുക്കളെ കണ്ടപ്പോൾ വിവേക് അർജുൻ്റെ കൈവിട്ടു. അർജുൻ കാറിൽ കയറി. മറ്റു കൂട്ടുകാർ പിന്നിൽ, വിവേക് മുന്നിലെ സീറ്റിൽ. അർജുൻ കാറ് നേരെ ഗേറ്റിൽ നിന്നിരുന്ന സെക്യൂരിറ്റി ഗാർഡിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി നിർത്തി. അവൻ ഗാർഡിനോട് പറഞ്ഞു, അങ്കിൾ, എൻ്റെ കൂട്ടുകാരൻ്റെ അവസ്ഥ നോക്കൂ. അങ്ങേക്ക് മനസ്സിലാകുന്നില്ലേ? അവൻ്റെ അവസ്ഥ വളരെ മോശമാണ്. അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഞങ്ങൾക്കെല്ലാവർക്കും വലിയ പ്രശ്നമാകും. ദയവായി മനസ്സിലാക്കൂ. അവൻ വളരെ വിഷമത്തോടെ അഭ്യർത്ഥന നടത്തി. ഗാർഡ് വിവേകിനെ നോക്കി. പുറത്തേക്ക് വാ. വിവേക് പുറത്തിറങ്ങാതെ മുന്നിലെ സീറ്റിൽ നിശബ്ദനായിരുന്നു. അർജുൻ കാറിൻ്റെ താക്കോലെടുത്തു. പിന്നിലിരുന്ന സുഹൃത്തുക്കളോട് പറഞ്ഞു, നിങ്ങളും പുറത്തേക്ക് ഇറങ്ങുക. എല്ലാവരും പുറത്തിറങ്ങി. വിവേക് ഇപ്പോഴും മുന്നിലെ സീറ്റിലിരിക്കുന്നു. അർജുൻ സെക്യൂരിറ്റി ഗാർഡിനോട് ചോദിച്ചു, അങ്കിൾ, എന്താണ് കാര്യം? എന്നോടെല്ലാം പറയൂ. അപ്പോൾ സെക്യൂരിറ്റി ഗാർഡ് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അവരുടെ രക്തം ഉറഞ്ഞുപോയി. അദ്ദേഹം പറഞ്ഞു, ഇവിടെ 8-9 വർഷങ്ങൾക്ക് മുമ്പ് വിവേക് ഇരുന്ന അതേ മുറിയിൽ അവൻ നോക്കിക്കരഞ്ഞ ഫോട്ടോയ്ക്ക് മുന്നിൽ വെച്ച് ഈ ഹോട്ടലുടമയുടെ മകൻ്റെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. അവൻ എങ്ങനെ മരിച്ചെന്ന് ഇന്ന് വരെ ആർക്കും അറിയില്ല. ഇത് അവൻ്റെ ആത്മാവാണ്. സെക്യൂരിറ്റി ഗാർഡ് പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട. എനിക്കിവിടെ ഒരു തന്ത്രിയെ അറിയാം. അദ്ദേഹത്തിന് ഇതിൽ സഹായിക്കാൻ കഴിയും. ഏകദേശം അരമണിക്കൂറിന് ശേഷം രാത്രി 1:15 ഒരു തന്ത്രി വന്നു. വന്ന ഉടൻ അദ്ദേഹം വിവേകിൻ്റെ അടുത്തേക്ക് പോയി. കാറിൽ ഇരിക്കുകയായിരുന്ന വിവേകിനെ അദ്ദേഹം പിടിച്ച് പുറത്തിറക്കി. കയ്യിൽ ഒരു ചരട് കെട്ടാൻ തുടങ്ങി. തന്ത്രി ചരട് കെട്ടുമ്പോൾ വിവേക് ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. ദയവായി എന്നോട് ഇങ്ങനെ ചെയ്യരുത്, ദയവായി. അവൻ ഒരുപാട് കാര്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം തന്ത്രി തൻ്റെ കഴുത്തിലെ ഏലസെടുത്ത് വിവേകിൻ്റെ കഴുത്തിലിട്ടു. അദ്ദേഹം വിവേകിൻ്റെ കഴുത്തിൽ ഏലസിട്ടയുടൻ ഹോട്ടലിലെ ലൈറ്റുകളെല്ലാം അണഞ്ഞു. ഈ സംഭവങ്ങളെല്ലാം നടന്നിരുന്ന മുറിക്കുള്ളിൽ നിന്നും എന്തോ പൊട്ടുന്ന ശബ്ദം കേട്ടു. മുറിയിൽ നിന്നും ആരോ വാതിൽ ശക്തിയായി ഇടിക്കുന്ന ശബ്ദം അവർ കേട്ടു. ഏകദേശം 2-3 മിനിറ്റ് ഇത് തുടർന്നു. അതിനുശേഷം എല്ലാം ശാന്തമായി. തന്ത്രി പറഞ്ഞു, ഇന്ന് അമാവാസി രാത്രിയാണ്. നിങ്ങൾ വേഗം ഇവിടെ നിന്ന് പോവുക. ഒരു സ്ഥലത്തും നിർത്താൻ പാടില്ല. അദ്ദേഹം അർജുനോട് വീണ്ടും പറഞ്ഞു, നിങ്ങൾ ഏത് വഴിയാണ് തിരിച്ചു പോകുന്നത്? അർജുൻ പറഞ്ഞു, ഗഗൻ ബൗഡ, കോലാപൂർ വഴിയാണ് ഞങ്ങൾ വിജയപുരത്തേക്ക് മടങ്ങുന്നത്. അപ്പോൾ ആ തന്ത്രി പറഞ്ഞു, പോകുമ്പോൾ വഴിയിൽ ഒരു മഹാലക്ഷ്മി ക്ഷേത്രം കാണാം. അവിടെ ദർശനം നടത്തി പോകണം. വിവേക് ഈ സമയം സാധാരണ നിലയിലായി. എല്ലാവരും തന്ത്രിക്ക് കുറച്ച് പണം നൽകി. വിവേകിനെയും കൂട്ടി തിരിച്ചു പോന്നു. വഴിയിൽ മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. അതിനുശേഷം അവർ നേരെ വിജയപുരത്തെ വീട്ടിലെത്തി. അങ്ങനെ ഇതായിരുന്നു നമ്മുടെ കഥ. എങ്ങനെയുണ്ടായിരുന്നു? ഇത് സത്യമാണോ അതോ നുണയാണോ? അതോ അദ്ദേഹത്തിന് ആ സമയത്ത് എന്തെങ്കിലും തോന്നിയതാണോ? എന്താണ് നിങ്ങളുടെ ഉത്തരം? ഒന്ന് കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയ കഥയുമായി വരാം. പുതിയ ചാനലാണ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടി കാണിക്കരുത്. ലവ് യു ഓൾ. ബൈ.